റേസ് ടു സക്സസ്, ജീവിത വിജയത്തിലേക്കുള്ള വഴികാട്ടി. റേസ് ടു സക്സസ്, ജീവിത വിജയത്തിലേക്കുള്ള വഴികാട്ടി. ഇന്നത്തെ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ കൂടെ എന്നുള്ളത് ഞാൻ അശ്വതിയാണ്. നമ്മൾ ഏറെ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയത്തെ പറ്റി കൂടുതലായിട്ട് നമ്മുടെ ചിന്ത ആ ഒരു വിഷയത്തിലേക്ക് എത്തിക്കാനായിട്ട് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അഹല്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഡയറക്ടറായ ഡോക്ടർ PR മഹാദേവൻ പിള്ള സാറാണ്. സാർ നമസ്കാരം. നന്ദി. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വന്യമൃഗ പ്രശ്നങ്ങൾ എന്നുള്ള ഒരു വിഷയത്തെ പറ്റിയാണ്. ഈയിടെയായിട്ട് ധാരാളമായിട്ട് പത്രമാധ്യമങ്ങളിലെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന, ധാരാളം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് വന്യമൃഗ പ്രശ്നങ്ങൾ, അല്ലേ? അപ്പോൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ചോദിക്കട്ടെ, ഇപ്പോൾ കേരളത്തിൽ ഈ ഒരു പ്രശ്നം നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു കാലത്ത് കൂടുതലായി കേട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം എന്താണ്? ഇങ്ങനെ വന്യജീവി പ്രശ്നങ്ങൾ ധാരാളമായിട്ട് ഈ ഒരു ഇടയിൽ കൂടുതലായി കേൾക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു തന്നെ നമുക്ക് തുടങ്ങാമല്ലേ സർ? തീർച്ചയായിട്ടും കൂടുതലാകാൻ കാരണം 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, മനുഷ്യൻ്റെ ജനസംഖ്യ കൂടി വരുന്നു. രണ്ടാമത്, വന്യജീവികളുടെയും സംഖ്യ കൂടി വരുന്നു. മൂന്നാമത്, ഈ വന്യജീവികൾക്ക് മനുഷ്യവാസ മേഖലയിൽ കുറച്ചുകൂടി എളുപ്പത്തിലേക്ക് കടന്നു വരാൻ പറ്റും എന്നുള്ള ഒരു സ്ഥിതി ഇപ്പോൾ വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ വീരപ്പന്മാരൊന്നും നാട്ടിലില്ല. പിന്നെ വന്യമൃഗങ്ങളെ വേട്ടയാടുന്നത് ഏതാണ്ട് ഇല്ലാതായിരിക്കുന്നു. അപ്പോൾ അവർക്ക് സ്വൈരവിഹാരം നടത്താം എന്നൊരു രീതി വന്നതോടുകൂടി വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന രീതി കൂടി. ഇടയ്ക്കിടയ്ക്കൊക്കെ ആളുകൾ പറയാറുണ്ട്, നമ്മൾ കാട് വെട്ടി തെളിപ്പിച്ചിട്ടാണ് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്നത്. അത് അസത്യമാണ്. കാരണം കഴിഞ്ഞ ഒരു 30 വർഷമായിട്ട് കാടിൻ്റെ വിസ്തൃതി കൂടുക ചെയ്ത്. 23% കാടുണ്ടായിരുന്ന കേരളത്തിൽ ഇപ്പോൾ 29% മുകളിലായി. ഏതാണ്ട് 30% അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കാടിൻ്റെ വിസ്തൃതി കുറഞ്ഞതല്ല കാരണം, മറിച്ച് വന്യമൃഗങ്ങൾ അതിൻ്റേതായ ചില മാർഗങ്ങൾ തേടി തുടങ്ങിയതാണ്. അതിന് വലിയൊരു പ്രശ്നം 1972 വന്ന വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്റ്റാണ്. ഈ വന്യമൃഗ സംരക്ഷണ നിയമം. ആ നിയമത്തിലുള്ള ചില ഏടാകൂടങ്ങൾ വളരെ അപകടകരമാണ്. ഉദാഹരണത്തിന്, ഇപ്പോൾ നമ്മുടെ ജീവൻ എടുക്കാൻ കൂടി ഒരു വന്യമൃഗം വന്നാലും നമ്മളതിനെ നേരിട്ട് കഴിഞ്ഞാൽ നമ്മൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അതിനെ അപായപ്പെടുത്തിയെന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടി വരും കോടതിയിൽ. അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു ജീവി നമ്മളെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ അവരുടെ മൊഴിയെടുക്കാൻ പറ്റില്ലല്ലോ. നമ്മളത് പ്രൂവ് ചെയ്യേണ്ടി വരും, നമ്മളത് സ്വയം രക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണെന്ന്. രണ്ടാമത്, ഇപ്പോൾ കാട്ടിൽ പോയി നമ്മളൊരു വന്യമൃഗത്തെ ആക്രമിച്ചാൽ നമുക്ക് നമ്മുടെ പേരിൽ കേസെടുക്കാം. മറിച്ച് നാട്ടിൽ വന്ന് ഒരു വന്യമൃഗം നമ്മളെ ആക്രമിച്ചാലും ചിലപ്പോൾ കേസ് നമ്മുടെ പേരിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അനോമലി സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും കഴിഞ്ഞ കുറേ കാലങ്ങളിലായിട്ട് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം വളരെ കൂടി. ഇപ്പോൾ കേരളത്തിൽ തന്നെ കഴിഞ്ഞ ഒരു വർഷം ഏതാണ്ട് 70-ന് മേലെ വന്യജീവി ആക്രമണം കൊണ്ടുള്ള മരണം വരുന്നുണ്ട്. അത് വളരെ കൂടുതലാണ്. അന്ന് പ്രത്യേകിച്ച് ഇത് കാട്ടിൽ പോയി ഉണ്ടാകുന്ന മരണമല്ല. ഇതിൽ 1-2 മറ്റേ ഉള്ളൂ മനുഷ്യർ കാട്ടിലേക്ക് എന്നിട്ട് അവിടെ നിന്നുണ്ടായ മരണം. ബാക്കിയൊക്കെ വന്യമൃഗങ്ങൾ നാട്ടിൽ വന്നിട്ട് അവർ ചെയ്ത കൊലപാതകമാണ്. അതിലേറ്റവും കൂടുതൽ ആനയും പന്നിയുമാണ്, കാട്ടുപന്നിയും ഈ മരണങ്ങളിലേറെയും കാരണമായിരിക്കുന്നു. വളരെ അപൂർവമായിട്ട് കടുവ, പുലിയൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ വളരെ അപൂർവമാണ്. കാരണം ഈ കടുവയും പുലിയൊക്കെ വരുമ്പോൾ മിക്കവാറും അത് പിടികൂടപ്പെടും. ഈ ആന വരുമ്പോൾ അതിനെ തുരത്തി വിടുന്നതല്ലാതെ അതിനെ പിടിച്ചു കൊണ്ടുപോകുന്നത് വളരെ, ഇപ്പോൾ നമ്മളൊരു കൊമ്പനെ മാത്രമേ ഇതിനകം പിടിച്ചുകൊണ്ട് പോയുള്ളൂ. മറ്റൊരു കൊമ്പനെ അവിടെ തന്നെ കൂട്ടിലടക്കിയത്. ഇപ്പോൾ ധോണിയിലുണ്ടായിരുന്ന PT-7 എന്ന കൊമ്പനെ അവിടെ തന്നെ കൂട്ടിലടക്കിയത്. അപ്പം പിടിച്ചുകൊണ്ട് പോകുന്നത് കടുവ, പുലി പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ അത്ര പെട്ടെന്ന് നമ്മൾ ആനയെ പിടിച്ചുകൊണ്ട് പോകുന്നില്ല. ഇനി പന്നിയെ പിടിച്ചുകൊണ്ട് പോകാനേ പറ്റില്ല. ഒന്നാമത് പന്നി അത്രമാത്രം, പന്നി വരാഹാവതാരം മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് ഹൈന്ദവ പുരാണത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് അസുരാവതാരം പോലെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രാഥമിക നിഗമനങ്ങൾ. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ വന്യജീവി സംരക്ഷണ നിയമം 1972 ഇത് കൊണ്ടുവന്നത് വന്യജീവികളെ സംരക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ വനം കൊള്ള നിർത്തണം, തടയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് മനുഷ്യന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി എന്ന് പറയുന്നതിൽ സത്യാവസ്ഥ ഉണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞു തരുന്നത്, അല്ലേ? ഉണ്ട്. 2 നിയമങ്ങൾ 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്റ്റും 1980 ഈ വനം സംരക്ഷണ നിയമവും, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്. ഈ 2 ആക്ടുകളും ഒന്നുകൂടി, ഒന്ന് വന്യജീവികളെ സംരക്ഷിക്കാനും ഒന്ന് വനത്തെ സംരക്ഷിക്കുവാനാണ്. ആ ഉദ്ദേശം വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. ഇപ്പോൾ ഒരു മൃഗത്തിനൊരു ഹാബിറ്റാറ്റ്, ഒരു വാസകേന്ദ്രമുള്ള പോലെ മനുഷ്യനും ഒരു വാസകേന്ദ്രം ഉണ്ടാകണം. ആ വാസകേന്ദ്രം മനുഷ്യൻ്റെ സുരക്ഷ ഉറപ്പ് നൽകുന്നതാണ്. ഇപ്പോൾ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ, പ്രാഥമിക ആവശ്യമാണ് ഭക്ഷണം, വസ്ത്രം, സുരക്ഷിതമായ ഒരു പാർപ്പിടം. അപ്പോൾ ഈ സുരക്ഷിതമായ പാർപ്പിടം
ഒരു മനുഷ്യൻ ഉറപ്പാക്കേണ്ടത് ഒരു സർക്കാരിൻ്റെ നിയമമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളിലെ വൈൽഡ് ലൈഫ് ആക്ടിലൊരു പ്രത്യേകതയുണ്ട്. ഏതെങ്കിലും കാരണവശാൽ മനുഷ്യവാസ കേന്ദ്രത്തിലേക്ക് വരുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ മനുഷ്യന് അവകാശമുണ്ട്. എന്നാൽ അതേപോലെ തന്നെ വനത്തിലേക്ക് കയറി വന്യമൃഗങ്ങളെ ആക്രമിക്കുന്നതിന് കടുത്ത ശിക്ഷ ഇവിടെ ഉണ്ട്. ഇവിടെ ഇത് രണ്ടും ഡയലൂട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇത്രയൊക്കെ കടുത്ത നിയമങ്ങളിലൂടെ ഉള്ളപ്പോഴും വനത്തിൽ കയറി വേട്ടയാടുന്നവരുണ്ട് ഇവിടെ. അപ്പോൾ നമുക്കൊക്കെ അറിയാം, എത്രയോ വർഷങ്ങൾ വീരപ്പനും കൂട്ടാളികളും ഈ നീലഗിരി വനങ്ങളും മുഴുവൻ മേഞ്ഞ് നടക്കുകയായിരുന്നു. അതൊരു വശത്ത്. രണ്ടാമത്, നമ്മളിപ്പോൾ മനുഷ്യൻ്റെ വശത്ത് നിന്ന് ആലോചിക്കുമ്പോൾ വനത്തിൽ കയറി അക്രമം കാണിക്കുന്നവനെ ശിക്ഷിക്കട്ടെ, അത് ന്യായമാണ്. കാരണം വനം വന്യജീവികൾക്കുള്ളതാണ്, അത് മനുഷ്യനുള്ളതല്ല. കേരളത്തിൻ്റെ കാര്യത്തിൽ അതൊരു വലിയ ദുരന്തമാകുന്നതിന് കാരണം ഒന്നാമത് ഇവിടെ ഭൂവിസ്തൃതി വളരെ കുറവാണ്. നമ്മുടെ ഭൂവിസ്തൃതി ഇപ്പോൾ ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുടെ ഏതാണ്ട് 1% അടുത്തേ ഉള്ളൂ നമ്മുടെ കേരളത്തിൻ്റെ ഭൂവിസ്തൃതി. പക്ഷേ ഇന്ത്യയുടെ ജനസംഖ്യയുടെ ഏകദേശം 2.5% കേരളത്തിൽ ജീവിക്കുന്നത്. അപ്പോൾ ജനസാന്ദ്രത വെച്ച് നോക്കുമ്പോൾ കേരളം വളരെ ജനസാന്ദ്രമായ ഒരു പ്രദേശമാണ്. അതിൽ 30% ഫോറസ്റ്റിന് പോയി. പിന്നെ ഇഷ്ടം പോലെ വാട്ടർ ബോഡീസ് ഉള്ള സ്ഥലമാണ് കേരളം. അപ്പോൾ നമുക്ക് ജീവിക്കാനുള്ള സ്ഥലം വളരെ കുറവാണ്, ഓക്കുപ്പേഷൻ ലാൻഡ്. അപ്പോൾ നമ്മുടെ ഈ ഓക്കുപ്പേഷൻ ലാൻഡിലേക്കാണ് ഈ മൃഗങ്ങൾ ഇറങ്ങി വരുന്നത്. ഇതിലൊരുപക്ഷെ മറ്റൊരു ന്യായം പലരും പറയുന്നുണ്ട്, ഈ അധിനിവേശ സ്ഥലങ്ങളിലേക്കാണ് അധികം വരുന്നത്. അത് സത്യമാണ്. ഇവിടെ താമസിക്കാൻ സ്ഥലമില്ലാതെ വന്നിരുന്ന സമയത്ത് ഈ വനങ്ങളോട് ചേർന്ന് ഉള്ള പല സ്ഥലങ്ങളും മനുഷ്യൻ അധിനിവേശത്തിന് വേണ്ടി കയ്യേറി. അതിവിടെ മാത്രമല്ല, ലോകത്ത് പലയിടത്തും നടക്കാറുണ്ട്. കാരണം ജീവിക്കാൻ സ്ഥലമില്ലാതെ വരുമ്പോൾ അവർ ലഭ്യമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് കയ്യേറി അവിടെ ജീവിക്കുക എന്നുള്ളൊരു പതിവുണ്ട്. പക്ഷേ നമ്മളൊരു നിയമം കർശനമായി കൊണ്ടുവരുമ്പോൾ പണ്ടിവിടെ മൃഗങ്ങൾ മേഞ്ഞിരുന്നു, അതുകൊണ്ട് ഇനി ഇവിടെ മൃഗങ്ങൾ മേയണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ വനത്തിൻ്റെ അളവ്, വനത്തിൻ്റെ വിസ്തൃതി കുറയുന്നത് പരിഹരിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അത് കേരളം ഏതാണ്ട് പരിഹരിച്ചു. ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് വനത്തിൻ്റെ വിസ്തൃതി കുറയുന്നില്ല, കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 2 ആക്ടിലും, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിലും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലും വരുന്ന അപാകതകൾ ഇനിയെങ്കിലും പരിഹരിക്കണം. എനിക്ക് തോന്നുന്നത്, ഉദാഹരണത്തിന് ഒരു വീട്ടിൽ കയറി ഒരു പന്നി ആളുകളെ ആക്രമിച്ച് കൃഷി നശിപ്പിച്ച് പോവുകയാണെങ്കിൽ അതിനെതിരെ എന്തെങ്കിലും നടപടി എടുക്കണമെങ്കിൽ സർക്കാരിൻ്റെ അനുമതി വാങ്ങണമെന്നുള്ള നിയമം ബാലിശമാണ്. അങ്ങനൊരു പന്നിയെ ആക്രമിക്കാനോ വെടിവെച്ച് കൊല്ലാനോ നമുക്ക് അനുമതിയില്ല. അതിന് പ്രത്യേക അതോറിറ്റികളുടെ അനുമതി വാങ്ങിക്കണം. ഈ അനുമതിയൊക്കെ വാങ്ങി വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ചെയ്തിട്ട് അത് പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് അസ്വാഭാവികമാണ്. അപ്പോൾ ഈ 2 നിയമത്തിലും കാതലായ മാറ്റം വരുത്തണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മനുഷ്യജീവന് ഇവിടെ ഇപ്പോൾ ഒരു ആന വന്നൊരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ കേസ് മനുഷ്യനിലേക്ക് വരികയും, കാട്ടിൽ പോയ ഒരു ആനയെ കൊന്നാലും നാട്ടിൽ ആനയെ കൊന്നാലും അത് മനുഷ്യനെതിരെ കേസെടുക്കപ്പെടുന്ന ഒരു സ്ഥിതി ഇപ്പോൾ ഉണ്ട്. അത് മാറി മനുഷ്യജീവന് അതിൻ്റെതായ അർഹതപ്പെട്ട വില കൊടുക്കണം എൻ്റെ പൊതു അഭിപ്രായം. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ കാര്യമാണ് നമ്മളിങ്ങനെ പറഞ്ഞത്. മറ്റ് രാജ്യങ്ങളിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവരത് എങ്ങനെയാണ് പരിഹരിക്കുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് നമുക്കും അതുപോലെയുള്ള കാര്യങ്ങൾ, മെത്തേഡ്സൊക്കെ നമ്മുടെ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്ത് ഇവിടെയും അതിനൊരു പരിഹാരം കണ്ടെത്താനൊക്കെ ആയിട്ട് സാധിക്കുമോ? അതിന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമുക്കുള്ളൊരു പ്രത്യേകത, ഇപ്പോൾ ഫോറസ്റ്റ് ലാൻഡിൻ്റെ കാര്യം എടുത്തോളൂ. ഇന്ത്യയിൽ മൊത്തമുള്ള ഫോറസ്റ്റ് ലാൻഡ് 21% ഉള്ളൂ. കേരളത്തെക്കാൾ വളരെ കുറവാണ്. പക്ഷേ അത് വിശാലമായ സംസ്ഥാനങ്ങളിൽ ഒരു ചെറിയ അംശം, ഇപ്പോൾ മധ്യപ്രദേശ് പോലെ ചിലയിടത്ത് ഫോറസ്റ്റ് ലാൻഡ് വളരെ കൂടുതലാണ്, ഇപ്പോൾ ചമ്പൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ. അല്ലാത്ത പല സംസ്ഥാനങ്ങളും ഫോറസ്റ്റ് നെയിംസേക്കിനേ ഉള്ളൂ. ഇപ്പോൾ കേരളത്തിൽ വനമില്ലാത്ത ഒരൊറ്റ ജില്ലയേ ഉള്ളൂ, ആലപ്പുഴ ജില്ല. ഞാൻ ആലപ്പുഴ ജില്ല ജനിച്ച ആളാണ് കേട്ടോ. ആലപ്പുഴ ജില്ലയിൽ വനമില്ല. പിന്നെ അങ്ങ് തീരത്ത് ചില കണ്ടൽക്കാടുകൾ ചെറിയ രീതിയിലുള്ളതേ ഉള്ളൂ. അത് വനം എന്ന് പറയാൻ പറ്റില്ല. അതൊരു ഈ മാംഗ്രോവ്സ് എന്ന് പറയുന്ന കണ്ടൽക്കാടുകൾ. അപ്പോൾ ബാക്കി എല്ലാ ജില്ലയിലും വനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കേരളത്തിനെ നമുക്ക് ഇന്ത്യയിലെ തന്നെ മറ്റു ഭാഗങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. അവിടെയൊക്കെ ഇഷ്ടം പോലെ, ഇപ്പോൾ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടകത്തിലോ ആന്ധ്രാപ്രദേശിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഈ വനത്തിനായിട്ട് മാറ്റിവെക്കാൻ അവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. കേരളത്തിൻ്റെ ഒരു ദുരന്തം അതിനുവേണ്ടി സ്ഥലം ഇനിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ മനുഷ്യൻ വസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് മൃഗങ്ങൾ ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഓടിപ്പാൻ വേറൊരു സ്ഥലമില്ല. ഇനി മറ്റ് രാജ്യങ്ങളിലാണ്, ഇപ്പോൾ ഓസ്ട്രേലിയ പോലുള്ള ഒരു രാജ്യത്ത് എടുത്തു കഴിഞ്ഞാൽ വിശാലമായ വനങ്ങളാണ്. അവരുടെ ഒരു വലിയ പ്രശ്നം ഈ കാട്ടുതീ എങ്ങനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നു, അത്രമാത്രം വനങ്ങളാണ് അവിടെ. ഇനി ആഫ്രിക്കൻ രാജ്യങ്ങൾ, സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ നിബിഡമായ വനങ്ങളുണ്ട്. അവിടെ ഒന്നും ഈ പ്രശ്നം വരാത്തതിന് കാരണം അവിടെ ഈ വനഭാഗം, വനഭാഗങ്ങളിൽ ജനസാന്ദ്രതയില്ല. മറിച്ച് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പോലുള്ള വനങ്ങൾ വളരെ അപൂർവമാണ്. അതൊക്കെ പർവ്വതങ്ങളിലേ ഉള്ളൂ, അല്ലാതെ സമതലങ്ങളിൽ അവിടെ വനങ്ങൾ അങ്ങനെയില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈ പ്രശ്നം വരുന്നില്ല. ഇവിടെ ഈ പർവ്വതങ്ങളും വനങ്ങളും ജനവാസ മേഖലയും എല്ലാം കൂടിക്കലർന്ന് കിടക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്കിങ്ങനൊരു ദുരന്തം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുന്ന് ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ടുള്ള സാധ്യതയില്ല അല്ലേ? പ്രായോഗികത കുറവാണ്. കാരണം ഒന്നാമത്
ലോകരാഷ്ട്രങ്ങളിൽ പലയിടത്തും ഇപ്പോൾ അപൂർവം ചില രാജ്യങ്ങളിൽ ഇപ്പം പാലസ്റ്റൈന്, ഇസ്രായേൽ അങ്ങനെയുള്ള ചില രാജ്യങ്ങളിൽ മാത്രമേ വലിയ ജനസാന്ദ്രതയുള്ളൂ. അല്ലാതെ ഇപ്പോൾ റഷ്യയിലൊക്കെ പോവുകയാണെങ്കിൽ ഇനിയും എത്ര കാട് കയറിയാലും അവർക്ക് ഇഷ്ടംപോലെ സ്ഥലം കിടക്കുകയാണ്. ഇപ്പോൾ അമേരിക്കൻ ഐക്യനാടുകൾ നമ്മുടെ ഏകദേശം നമ്മുടെ ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ ഒരു വളരെ ചെറിയൊരു ശതമാനം, ഏകദേശം ഒരു 7% അവിടുത്തെ പോപ്പുലേഷൻ വരുള്ളൂ. ഇവിടത്തേക്കാൾ കൂടുതൽ സ്ഥലം അവിടെ ലഭ്യമാണ്. അപ്പം എത്ര കാട് വേണമെങ്കിലും ആകാം അവർക്കൊക്കെ കാടിനെ പരിപോഷിപ്പിക്കാം. അപ്പോൾ റഷ്യയിലാണ് ഏറ്റവും ജനസാന്ദ്രത വെച്ച് നോക്കുമ്പം ഏറ്റവും കൂടുതൽ സ്ഥലം ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു രാജ്യം റഷ്യയാണ്. റഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പങ്ക് ഈ ഐസുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെ ഉണ്ട്, സൈബീരിയ ഉൾപ്പെടെ അവിടെയുണ്ട്. അപ്പോൾ അല്ലാതെ കാട് കയറി കിടക്കുന്ന പല ഈ ചെറിയ സസ്യങ്ങൾ വളരുന്ന തുന്ദ്ര പ്രദേശങ്ങളൊക്കെ അവിടെയുണ്ട്. അതും കാടുകൾ തന്നെയാണ്, കുറ്റിക്കാടുകൾ, വലിയ കാടുകളൊക്കെ ഉണ്ട്. നമുക്കതില്ല. പക്ഷെ എന്നാൽ ഇന്ത്യയിൽ തന്നെ എത്രയോ ജനവാസം കുറഞ്ഞ നോർത്തേൺ സ്റ്റേറ്റ്സ് ഉണ്ട്, അവിടെയൊന്നും വലുതായിട്ട് കാടില്ല. അത് നമ്മുടെ പ്രകൃതിയുടെ ഒരു അനുഗ്രഹമാണ് കേരളത്തിന് ഇത്രയും കാട്. നമ്മൾ സഹ്യാദ്രി റേഞ്ചിൻ്റെ അപ്പുറം ഇപ്പുറം കാടുണ്ട്. സഹ്യാദ്രി തുടങ്ങുന്ന ഗുജറാത്തിൽ നിന്നാണ്. ഗുജറാത്തിൽ നിന്ന് കന്യാകുമാരി വരെയാണ് സഹ്യാദ്രി. അത് ഗുജറാത്തിൽ നിന്ന് തുടങ്ങി മഹാരാഷ്ട്ര വഴി, കർണാടക വഴി, ആന്ധ്രാപ്രദേശ് വഴി, തമിഴ്നാട്, കേരളം വഴി അങ്ങ് തെക്ക് കന്യാകുമാരി വരെ എത്തുക. ഇതിൻ്റെ 2 ഭാഗത്തും നല്ല കാടുകളുണ്ട്. അതിനപ്പുറത്ത് പിന്നെ വിന്ധ്യനിലാണ് കുറച്ച് കാടുകളുള്ളത്. പിന്നെ ഈസ്റ്റേൺ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അസമിൽ കാടുകളുണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഹിമാലയ സബ്ടെറൈൻ ഏരിയയിൽ കുറച്ച് കാടുകളുണ്ട്. അല്ലാത്ത പല സ്ഥലങ്ങളിലും അങ്ങനെ നിബിഡമായ കാടുകളില്ല. അപ്പോൾ കാടുള്ളത് ഒരു അനുഗ്രഹമാണ്. കാരണം നമുക്ക് എന്നും പച്ചപ്പ് കാണാൻ കഴിയുന്നതും വെള്ളം കിട്ടുന്നതൊക്കെ ഈ കാടിൻ്റെ കൂടി ഒരു അനുഗ്രഹമാണ്. കാലാവസ്ഥ നിയന്ത്രിക്കുന്നതിലൊക്കെ കാടിന് ഭാഗമുണ്ട്. കാട് വേണ്ടെന്നല്ല, പക്ഷെ കാടുള്ളതുകൊണ്ട് ഇവിടെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല എന്ന് വരുന്നതിലൊരു ഒരു ഒരു അസന്തുലിതാവസ്ഥയുണ്ട്, അസ്വാഭാവികതയുണ്ട് അതിന്. ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ പോലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ഉണ്ടോ ധാരാളമായിട്ട്? വളരെ കുറവാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ. ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഇപ്പോൾ കേരളത്തിൽ പല സെറ്റിൽമെൻറ്റും ആനത്താരി മുറിച്ച് കിടക്കേണ്ടി വരുന്നുണ്ട്. ചില ആദിവാസി കോളനിയിലേക്ക് പോകണമെങ്കിൽ ആനയോ ആദിവാസിയോ ആർക്കെങ്കിലും ഒരാളിനെ പോകാൻ പറ്റുള്ളൂ എന്നുള്ള സ്ഥിതിയിൽ പലയിടത്തും വരാറുണ്ട്. അപ്പോൾ കേരളത്തിൽ പല ഭാഗങ്ങളിലും അങ്ങനെ, അട്ടപ്പാടി മേഖലയിൽ ഉൾപ്പെടെ അങ്ങനെ ഉണ്ട്. ഏത് സമയത്ത് ഒരിക്കൽ എനിക്ക് ഓർമ്മയുണ്ട്, അട്ടപ്പാടിയിൽ ഞാനൊരു ഊരിൽ പോരുന്ന സമയത്ത് ആ ഊരിൽ ആന എത്തിയിരുന്നു. അട്ടപ്പാടിയിൽ ഷോളയാർ പഞ്ചായത്തിലാണ് ആന ഏറ്റവും അധികം ഉള്ളത്. പക്ഷേ ഞാൻ അഗളി പഞ്ചായത്തിലൊരു സ്ഥലത്ത് നിൽക്കുമ്പോഴും അവിടെ ആന എത്തിയിരുന്നു. അപ്പം അത് പിന്നെ അവരതുകൊണ്ട് യൂസ്ഡ് ആയിപ്പോയി. അവരിപ്പോൾ ആന വരുമ്പോൾ ആനയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാറില്ല, അവർ ആന ഉപദ്രവിക്കാറില്ല. അവരുടെ കൾച്ചറിൻ്റെ ഭാഗത്താണ്. എന്നാലും പലപ്പോഴും അവരെ ആന ഉപദ്രവിക്കാറുണ്ട്. അട്ടപ്പാടിയിലെ ആദിവാസികളെ തന്നെ ആന ആക്രമിച്ച ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അവർ ആനയെ ഉപദ്രവിക്കാറില്ല. ആദിവാസികളുടെ ഒരു പ്രത്യേകതയാണ്, ഒരു കാരണവശാലും അവർ ആനയെ ഉപദ്രവിക്കാറില്ല. ആനയ്ക്ക് എതിരായിട്ടൊന്നും അവർ കാണിക്കാറുമില്ല. അവർ പൊതുവെ മൃഗങ്ങളോട് ഒത്തുപോകുന്ന ആനയെ കണ്ടു കഴിഞ്ഞാൽ അവർ നിന്ന് പ്രാർത്ഥിക്കുകയാണ് പതിവ്. അങ്ങനെ ഒരു കൾച്ചറാണ്. പക്ഷെ എന്നാലും ആനയ്ക്കത് അറിയില്ലല്ലോ. ഇത് ഈ മനുഷ്യൻ്റെ പ്രതികരണം എങ്ങനെയാണെന്ന്, എല്ലാ ജീവികളുടെ ഒരു പ്രത്യേകത അത് ക്രൂരമായി പ്രതികരിക്കുന്ന ഭയന്നിട്ടാണ്, അല്ലാതെ അതിന് പകയുണ്ടായിട്ടല്ല. ഇപ്പോൾ പാമ്പാണെങ്കിലും ആനയാണെങ്കിലും അല്ലെ മറ്റൊരു ജീവിയാണെങ്കിലും അത് നമ്മളെ ആക്രമിക്കാൻ വരുന്നത് ഭയം കൊണ്ടാണ്. നമ്മൾ അങ്ങോട്ട് ആക്രമിക്കും എന്നുള്ള ഭയം കൊണ്ടാണ്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഈ സെൽഫി എടുക്കാനും മറ്റും നിൽക്കുമ്പോഴാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ മൂവ്മെന്റിനെ അതിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതിന് മനസ്സിലാവും. അതുകൊണ്ട് എല്ലാ മൃഗങ്ങളും ഉരകങ്ങളും ഒക്കെ നമ്മളതിനെ അതിൻ്റെ വഴിക്ക് വിടുകയാണെങ്കിൽ, ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. എൻ്റെ ചെറുപ്പകാലത്ത് വീട്ടിൽ പാമ്പുകളെല്ലാം വന്നു കഴിഞ്ഞാൽ അമ്മ ഉടനെ ആ പാമ്പിനെ തൊഴുതിട്ട് ഞാനങ്ങ് എത്തിച്ചേക്കാവേ എന്ന് പറയും. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ആദ്യമൊന്നും അതെന്താ, നമ്മ പ്രാർത്ഥിക്കുകയാണ്. അതായത് അവിടെ മണ്ണാർശാല എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രമുണ്ട്, അവിടെ വഴിപാട് കൊടുത്തേക്കാന്ന് പറയാണ്. ഇത് പാമ്പിന് മനസ്സിലായിട്ടൊന്നുമല്ല. പക്ഷെ ഒരാളിങ്ങനെ കൈകൂപ്പി എന്ന് തൊഴുമ്പോൾ കൈ അനങ്ങാതെ നിൽക്കല്ലേ, നിശ്ചലമാണ്. അപ്പോൾ അതിന് ഒരു സെൻസ് ഉണ്ട്. എല്ലാ ജീവികൾക്കും ഒരു 6th സെൻസ് വർക്ക് ചെയ്യുമല്ലോ, ആ സെൻസ് കൊണ്ടായിരിക്കും അത് കടിക്കാൻ വരില്ല, അതങ്ങ് ആ വഴിക്ക് പോകും. മനസ്സിലായി? എന്നാൽ പാലക്കാട് അങ്ങനെ പറ്റില്ല. പാലക്കാട് പാമ്പ് നമ്മുടെ മുന്നിൽ വന്നാൽ പ്രാർത്ഥിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കടിച്ചിട്ട് പോകും. കാരണം ഇത് കുറച്ചുകൂടെ വൈൽഡായിട്ടുള്ള പാമ്പാണ്, പാലക്കാടൻ പാമ്പുകൾ. മറ്റേത് മലമ്പ്രദേശമല്ല, അവിടെയുള്ള പാമ്പുകൾക്ക് കുറച്ചുകൂടി ഒരു റെസിലിയൻസ് ഉണ്ട്. അതുകൊണ്ട് ആ വ്യത്യാസമുണ്ട്. ഇതെല്ലാ ജീവികളിലും ഇതുണ്ട്. ജീവികൾ നമ്മളെ ആക്രമിക്കുന്നത് ഭയം കൊണ്ടാണ് പലപ്പോഴും. അപ്പോൾ ആനയായാലും കടുവയായാലും. അതുപോലെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള വേറൊരു കാര്യം, ഇപ്പോൾ നമ്മളൊരു വാഹനത്തിനകത്ത് പോയി കഴിഞ്ഞാൽ ഈ കടുവ, സിംഹം അങ്ങനെയുള്ളതൊക്കെ ആക്രമിക്കാൻ ചാൻസ് കുറവാണ്. എന്നുവെച്ചാൽ അവർ ആ വാഹനം തന്നെ ഒരു ജീവിയാണെന്നാണ് കരുതുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ
ഇങ്ങനെയുള്ള സഫാരി പാർക്കുകളൊക്കെ പോകുമ്പോൾ അവർ നമ്മളൊരു വാഹനത്തിനകത്ത് പോകാൻ പറയും. കാരണം നമ്മൾ തനിച്ച് നടന്നു പോവുകയാണെങ്കിൽ അതിനേക്കാൾ ചെറിയൊരു ജീവിയായിട്ട് നമ്മളെ തോന്നും ഒരു കടുവയ്ക്ക്. അപ്പോൾ കടുവ വിചാരിക്കും ഇതിനെ ആക്രമിക്കാമെന്ന്. പക്ഷെ നമ്മളൊരു വണ്ടിക്കകത്ത് പോകുമ്പോൾ അതിനേക്കാൾ വലിയൊരു ജീവിയാണ് ഈ വണ്ടി. അതുകൊണ്ട് അതിനെ ആക്രമിക്കാനുള്ള സാധ്യത കുറവാണ്. മറിച്ച് ആനയ്ക്കത് ബാധകമല്ല. ആന നോക്കുമ്പോൾ അതിനേക്കാൾ വലിയ ജീവി അല്ല. കാരണം ആനയ്ക്ക് 8 തൊട്ട് 10 അടി പൊക്കം ഉണ്ടാവും. ഈ വാഹനങ്ങൾക്കൊക്കെ 6 അടി മാക്സിമം വരുള്ളൂ. അപ്പോൾ അതിനേക്കാൾ ചെറിയ ജീവിയാണ് എന്നൊരു തോന്നൽ വരാം. അങ്ങനെ ഒരുപാട് സൈക്കോളജിക്കൽ കാര്യങ്ങളും കൂടെ അതിലുണ്ട്. തീർച്ചയായിട്ടും അത് ഈ കാട്ടിൽ പോകുന്നവർ, ആദിവാസികൾ, ഫോറസ്റ്റ് സ്റ്റാഫ്, അവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ട്രെയിൻഡാണ്. പിന്നെ ഓരോന്നിനെ എങ്ങനെ ആട്ടി ഓടിക്കാം അതൊക്കെ അവർക്കറിയാം. അത് ഈ പറഞ്ഞതുപോലെ പോയി പഠിച്ച് എന്താ പറയാ സിലബസായി പഠിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലൂടെ അവർ പഠിച്ചെടുത്ത ഒരുപാട് അനുഭവങ്ങൾ മൃഗങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ ആനയായിട്ടും സിംഹമായിട്ടും ഒക്കെ വളരെ ഒത്തുപോകുന്ന എത്രയോ മനുഷ്യർ ലോകത്തുണ്ട്. വർഷങ്ങൾക്ക് ശേഷം കണ്ടാലും ആന ഓടി വന്ന് സ്നേഹം പ്രകടിപ്പിക്കുന്ന പല ആനപരിപാലകരുണ്ട്. അതൊക്കെയുണ്ട്. അതുപോലെ തന്നെ കൂടെ ഒരുപാട് കാലം കൂടെ ഉണ്ടായിരുന്ന ആളുകളെ ഉപദ്രവിക്കുന്ന അങ്ങനത്തെ സിറ്റുവേഷൻ അത് പലപ്പോഴും ആനയുടെ ഭാഗത്തുനിന്ന് അതുണ്ടാകുന്നത് അതൊരു ശാരീരിക പ്രശ്നമാണ്. ഇപ്പൊ ഈ അങ്ങനെ ചെയ്യുന്ന അധികവും ആൺ ആനകളാണ്. പെണ്ണാനകൾ അങ്ങനെ മനുഷ്യനെ അധികം ഉപദ്രവിക്കാറില്ല. ഈ ആണാനകൾ ഉപദ്രവിക്കുന്നത് അതൊരു ശാരീരിക പ്രശ്നമാണ്. അവർക്ക് ഈ നെറ്റിയിൽ മദപ്പാടെന്ന് പറയും. മദപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ഒരു ഫിസിക്കൽ ഫിനോമിനാണ്. അവർക്ക് പീരിയോഡിക്കായിട്ട് അവരുടെ മെൻ്റൽ സ്ട്രെസ് ലിബറേറ്റ് ചെയ്യാനുള്ള മെക്കാനിസം കിട്ടാതെ വരുമ്പോൾ ഈ നെറ്റിയിൽ പൊട്ടും. അത് പൊട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശാരീരികമായിട്ട് അതൊരു ഹീറ്റ് സീസണാണ് അവർക്ക്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ആനകൾക്ക് പലപ്പോഴും സ്വബോധം നഷ്ടപ്പെടും, ഒരു വിവേചന ശക്തി കുറയും. അപ്പം വളരെ ക്വിക്കായിട്ട് അത് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഈ മദപ്പാടുള്ള ആനകളെ ഒന്നിനും കൊണ്ടുപോകരുതെന്ന് പറയാറുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിൽ അതൊന്നും നോക്കാറില്ല. മദപ്പാട് തുടങ്ങിക്കഴിഞ്ഞാലും അപ്പോൾ ഈ മദപ്പാട് സമയത്ത് ആനയ്ക്ക് കൊടുക്കുന്നത് തണുപ്പ് ചികിത്സയാണ്, ശരീരത്തെ തണുപ്പിക്കാൻ വേണ്ടിയുള്ള ചികിത്സയാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കാര്യമാണത്. അത് പക്ഷേ ഈ വൈൽഡ് ലൈഫിൻ്റെ കാര്യത്തിൽ അങ്ങനെ വരാം, നമ്മളറിയുന്നില്ല. ഇപ്പം നമ്മൾ കാണുന്ന ഒരു ഒറ്റയാൻ. അതുപോലെ ആനകളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അക്രമം കാണിക്കുന്ന ഒറ്റയാന്മാരാണ്, ഒറ്റയ്ക്കുള്ള ആനകൾ. കാരണം ഈ കൂട്ടത്തോടുള്ള ആനകൾ കുറച്ചുകൂടെ സെക്യൂർ ആണെന്ന് അവർക്കറിയാം. ഒറ്റയ്ക്കുള്ള ആനയ്ക്ക് എപ്പോഴും ഒരു അരക്ഷിത ബോധം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ആക്രമിക്കാനുള്ള ആ ഭയത്തിൽ നിന്ന് ആക്രമിക്കാനുള്ള വാസന വളരെ കൂടുതലാണ്. നമ്മളതിനെ തെറ്റിദ്ധരിക്കുന്ന ഒറ്റയാൻ അക്രമകാരിയാണെന്നാണ്. അങ്ങനെയല്ല, ഒറ്റയാൻ അവൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ ഭയം കൊണ്ടാണ് ആളുകളെ ആക്രമിക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ടല്ലേ. പലതും നമ്മളിപ്പോൾ പറയുമ്പോഴാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ആ ശരിയാണല്ലോ, ഇത് അത്രയും നമുക്ക് കോമൺ ആയിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവരുടെ ഭാഗത്തു നിന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ നമ്മളത് ചെയ്യാറില്ല. പിന്നെ ഇതിൽ വേറെ രസം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കാട്ടിൽ ഇഷ്ടം പോലെ തീറ്റ ഉണ്ടെങ്കിലും ആന എന്തിനാണ് നാട്ടിലേക്ക് ഇറങ്ങുന്നത്? ഇപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് കഞ്ചിക്കോടാണ്. ഇപ്പോൾ വാളയാർ പ്രദേശത്ത്, ധോണി പ്രദേശത്തൊക്കെ ആന ഇറങ്ങാറുണ്ട്. പാലക്കാട് ജില്ലയിൽ പലയിടത്തും. ഇപ്പോൾ ഒരു ദിവസം ഞാൻ മലമ്പുഴ ബൈപ്പാസ് വഴി പോകുമ്പോൾ എൻ്റെ വണ്ടിക്കൊരു 10-300 മീറ്റർ അകലെയായിട്ട് 3 ആനകൾ റോഡ് ക്രോസ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഡ്രൈവർ പറഞ്ഞു, നമുക്കൊന്ന് അടുത്തേക്ക് പോയി നോക്കാം. ഞാൻ വേണ്ട, നിർത്ത്, തിരിച്ചു പോകാൻ പറഞ്ഞു. കാരണം എൻ്റെ 2 കാലും ഒടിഞ്ഞിരിക്കുന്നുണ്ട്, എനിക്ക് ഓടാൻ പറ്റില്ല. അപ്പോൾ ഡ്രൈവർ വണ്ടി ഇട്ടിട്ട് ഓടിയാൽ ഞാൻ പെട്ടുപോകും. അതുകൊണ്ട് ഞാൻ അടുത്തോട്ട് പോയില്ല. അപ്പോൾ ആ ആന മലമ്പുഴ ബൈപ്പാസ് ക്രോസ് ചെയ്ത് മലമ്പുഴ റിസർവോയറിൽ വന്ന് നീരാടിയിട്ട് തിരിച്ചു പോവാണ്. എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആനയ്ക്കുള്ളൊരു പ്രത്യേകത, വനത്തിൽ തീറ്റ ഉണ്ടെങ്കിലും ഈ നാട്ടിൽ കൂടുതൽ രുചികരമായ തീറ്റ തന്നെ കിട്ടും. ഈ ചക്ക, വാഴപ്പഴം, വാഴക്കായ, തേങ്ങ, ഇങ്ങനെയൊക്കെയുള്ളത് ചിലപ്പോൾ വനത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇത് ഒന്ന്. രണ്ടാമത്, വനത്തിൽ നിന്ന് വെറും പുല്ലും അതൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പോൾ രുചികരമായ ഭക്ഷണം ഈ നാട്ടിൻ പ്രദേശത്ത് കിട്ടും. മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കിയതാണെന്നുള്ള ആനയ്ക്കറിയില്ലല്ലോ, അതൊന്ന്. രണ്ടാമത്, ആന ഒരു പ്രദേശത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ആ പ്രദേശത്തേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ആനയ്ക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രദേശത്ത് ആന വന്നു കഴിഞ്ഞാൽ വീണ്ടും അവിടെ പ്രതീക്ഷിക്കാം. അത് ആ പ്രദേശത്ത് അതിന് പറ്റിയ ഫുഡ് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വരും. അപ്പോൾ അതുകൊണ്ട് ആനത്താരി അല്ലാതെ തന്നെ, അത് സ്ഥിരമായിട്ട് ആന പോകുന്ന വഴി അല്ലെങ്കിലും അങ്ങനെ ചില പ്രദേശങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ കാട്ടിൽ ഭക്ഷണം ഉണ്ടെങ്കിലും ആന വരും. എന്നാൽ മറ്റു വന്യമൃഗങ്ങൾ, പിന്നെ മറ്റൊന്ന്, ഈ മറ്റു വന്യമൃഗങ്ങൾക്ക് തീറ്റ അധികം കിട്ടേണ്ട കാട്ടിൽ നിന്ന്. കാരണം മറ്റു മൃഗങ്ങളെയാണ് വേണ്ടത്. അല്ലെങ്കിൽ പിന്നെ നാട്ടിൽ വന്ന് വളർത്തു മൃഗങ്ങളെ പിടിച്ചുകൊണ്ട് പോകേണ്ടി വരും. അപ്പോൾ വളർത്തു മൃഗങ്ങളെ പിടിച്ചുകൊണ്ടൊക്കെ പോകുന്ന ഇത്തിരി മെനക്കേടുള്ളതുകൊണ്ട് അവർ കാട്ടിൽ തന്നെ മൃഗങ്ങളെ, പിന്നെ കാട്ടിലേക്ക് ഇറങ്ങുന്ന മൃഗങ്ങൾ ആരോഗ്യമില്ലാത്ത മൃഗങ്ങളെ, ഇപ്പോൾ ഒരു സിംഹം അല്ലെങ്കിൽ ഒരു കടുവ നന്നായി വയസ്സായി കഴിഞ്ഞാൽ അതിന് വനത്തിൽ വേട്ടയ്ക്ക് പോകാൻ പറ്റില്ല. അവിടെ ഓടിച്ചിട്ട് പിടിക്കണം മൃഗങ്ങളെ. മറിച്ച് നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കയറിൽ കെട്ടിയിട്ട് കൊടുത്തിരിക്കുക. നമ്മൾ ആടിനെ ആയാലും പശുവിനെ ആയാലും പട്ടിയായാലും ഒക്കെ നമ്മൾ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇതിനെ പിടിച്ച് തിന്നാൻ അതിന് വളരെ എളുപ്പമാണ്, പല്ല് മാത്രം മതി. മറ്റേതങ്ങനെയല്ല, നല്ല ആരോഗ്യത്തോടുകൂടി ഓടി പിടിക്കേണ്ടി വരും.
അപ്പോൾ ഈ മൃഗങ്ങളെ ആകർഷിക്കുന്ന രീതിയാണ് നമുക്കുള്ളത്. പക്ഷേ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇലക്ട്രിക് ഫെൻസ് കൂടി നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇലക്ട്രിക് ഫെൻസിന് സ്പെഷ്യൽ പെർമിഷൻ വേണം. അപ്പോൾ ഈ മൃഗങ്ങൾക്കൊക്കെ ഇപ്പോൾ അധികവും ഈ റിസർവ് ഫോറസ്റ്റിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിലേക്കാണ് ഈ ആനകളും ഈ കടുവകളും അതുപോലെ പന്നികളൊക്കെ വരുന്നത്. പക്ഷേ അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു 2 വർഷം മുമ്പ് ഒരിക്കൽ ഒലോക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വരെ ആന എത്തി. ഒലോക്കോട് റെയിൽവേ സ്റ്റേഷനിലെ കാടിൽ നിന്ന് വളരെ അധികം ദൂരെയാണ്, 4-5 കിലോമീറ്റർ പുറമാണ് കിടക്കുന്നത്. അത് രാത്രിയിലാണ് വന്നത്. രാത്രിയിൽ അർദ്ധരാത്രി കഴിഞ്ഞാൽ വന്നത്. അപ്പോൾ ആ സമയത്ത് ആളുകളൊന്നുമില്ല. അത് സുഖമായിട്ട് വന്ന് നേരം വെളുത്തപ്പോഴാണ് ആനയോടെ കാണുന്നത്. ഭാഗ്യത്തിന് വലിയ അപകടം ഉണ്ടായില്ല. അതുപോലെ സാർ നേരത്തെ പറഞ്ഞു, നമ്മൾ ആനകളും അതുപോലെ തന്നെ കാട്ടുപന്നികളുമാണ് കൂടുതൽ അപകടകാരികൾ ഇപ്പം നമ്മുടെ നാട്ടിൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ഈ കാട്ടുപന്നികളുടെ കാര്യം പറയുകയാണെങ്കിൽ അവരെന്തുകൊണ്ടായിരിക്കും ഈ പറഞ്ഞതുപോലെ ഭക്ഷണത്തിന് വേണ്ടി തന്നെയായിരിക്കും പുതിയമേറിയ അല്ലെങ്കിൽ അവരുടെ സ്വാദിഷ്ടമായ ഭക്ഷണം തേടി തന്നെയാണോ അവർ എത്തുന്നുണ്ടാവുക? ഈ കാട്ടുപന്നികൾ നാട്ടിൽ കൃഷി ചെയ്തിരിക്കുന്ന ഭക്ഷണം അവർക്ക് വളരെ ഇഷ്ടമാണ്. ഒന്ന്. രണ്ടാമത് ഈ കാട്ടുപന്നികളുടെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്, ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് കാട്ടിനുള്ളിലല്ല, കാട്ടിൻ്റെ പെരിഫറിയിൽ, കാട്ടിൻ്റെ ചുറ്റുവട്ടത്താണ് ഈ കാട്ടുപന്നികളുള്ളത്. ഈ കാട്ടുപന്നികൾ നാട്ടിലുമുണ്ട്, കാട്ടിൽ മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് പല പ്രദേശങ്ങളിലും ഈ കാട്ടുപന്നികളുണ്ടാവും. നമ്മൾ പൊതുവെ വീട്ടിൽ വളർത്താത്ത പന്നിയൊക്കെ കാട്ടുപന്നി എന്നാണ് പറയാറ്. അപ്പോൾ കാട്ടുപന്നികൾ ശരിക്കും കാട്ടിനുള്ളിൽ നിന്നല്ല വരുന്നത്. കാട്ടിനുള്ളിൽ പന്നികൾ വളരെ കുറവ്. കാരണം ഈ ഹിംസ്ര ജന്തുക്കളുള്ളത് പന്നികൾക്ക് അധികം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് കടുവയോ ആനയോ ഒക്കെയുള്ള സ്ഥലത്ത്. ആന അതിനെ ഉപദ്രവിക്കാറുണ്ടല്ലോ. പക്ഷെ കടുവ, സിംഹം ഇതൊക്കെ ഇപ്പോൾ പറമ്പിക്കുളം റിസർവ്, ടൈഗർ റിസർവാണ്. കടുവ അസങ്കേതമാണ് പറമ്പിക്കുളത്ത്. പറമ്പിക്കുളത്ത് പോയി കഴിഞ്ഞാൽ പറമ്പിക്കുളത്തെ വനങ്ങളിൽ ആനയുണ്ടാവും. കാരണം ആനയ്ക്ക് ഈ കടുവയെ പേടിയില്ല. മറിച്ച് പന്നികളങ്ങനെ ഉണ്ടാകാൻ വഴിയില്ല. പിന്നെ കുരങ്ങുകൾ, മാനുകൾ അതൊക്കെ ആയിരിക്കും അധികം ഉണ്ടാകുക. കാരണം പന്നികൾക്ക് ഓടി രക്ഷപ്പെടാൻ അത്ര എളുപ്പമല്ല മറ്റ് ജീവികളെ പോലെ. പിന്നെ പന്നിയെ പിടിക്കാൻ വന്യമൃഗങ്ങൾക്കൊരു പ്രത്യേക താല്പര്യമാണ്. കാരണം ഇറച്ചി കൂടുതലാണ് പന്നിക്ക്. അപ്പോൾ അതിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പിടിക്കുമവർ മറ്റ് മൃഗങ്ങളെക്കാൾ കൂടുതൽ സൗകര്യമായിട്ട്. പക്ഷെ പന്നിയും അങ്ങനെ വെറുതെ തീറ്റയ്ക്ക് നിന്ന് കൊടുക്കില്ല, അത് ഫൈറ്റ് ചെയ്യാറുണ്ട്. കാട്ടുപന്നികൾ പൊതുവെ ഫൈറ്റ് ചെയ്യും. എങ്കിലും ഹിംസ്ര ജന്തുക്കളോടെ ഫൈറ്റ് ചെയ്യാൻ അതിന് കഴിയാറില്ല. പിന്നെ കാട്ടുപന്നി പൊതുവെ അക്രമകാരിയായ ജീവിയല്ല. അതിപ്പോൾ വീട്ടിൽ വന്നാലും നമ്മുടെ കൃഷി നശിപ്പിക്കലാണ് പ്രധാനം. മനുഷ്യനെ ഉപദ്രവിക്കുന്ന വളരെ അപൂർവമായിട്ടേ ഉണ്ടായിട്ടുള്ളൂ. കേരളത്തിലുണ്ട് കാട്ടുപന്നി ആക്രമിച്ച് ഒരുപാട് കേസ് ഉണ്ടാക്കാറുണ്ട്. വണ്ടികളുടെ മുൻപിലൊക്കെ പെടും, അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ അതും ഉണ്ടാകാം. അതിപ്പോൾ നമ്മുടെ പാലക്കാട് പല റോഡുകളിലും രാത്രി ഒരു 12 മണി 1 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ വണ്ടിക്ക് കുറുകെ മാന്, പന്നി, ഈ മലമ്പുഴ റീജിയനിലൊക്കെ പോവുകയാണെങ്കിൽ കാട്ടുപോത്ത് അതുപോലെ അങ്ങനെയുള്ള ജീവികളും ചിലപ്പോൾ കുറുകെ ചാടും, മാനെ കൂടാതെ. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള ഈ ഒരു മത്സരം, അതിനെപ്പറ്റിയാണല്ലോ സംസാരിക്കണത്. അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും? അത് ഒഴിവാക്കാൻ എനിക്ക് തോന്നുന്നത് ഈ ജനകീയ ആവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ വന്ന് അത് നശിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ കൊലപാതകം ചെയ്യുന്നതിന് നമ്മൾ ശക്തമായിട്ട് നിയന്ത്രിക്കണം. വന്യമൃഗ സംരക്ഷണം കൊടുക്കുന്നത് വനത്തിനകത്തായിരിക്കണം, അല്ലാതെ ജനവാസ മേഖലയിൽ സംരക്ഷണം കൊടുക്കരുത്. 2, നമ്മളെ ഒരു മൃഗം ആക്രമിക്കുകയാണെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാനുള്ള റൈറ്റ്, നമുക്ക് ആയുധം ഉപയോഗിക്കാനുള്ള റൈറ്റ് നമുക്കുണ്ടാകണം. അത് മിക്ക രാജ്യങ്ങളിലും ഉള്ളതാണ്. പിന്നെ 3, ഈ വനമേഖലയെ നമ്മൾ ക്ലിപ്തമായിട്ട് വേർതിരിച്ചിരിക്കണം. പ്രത്യേകിച്ചും കേരളത്തെ കാര്യത്തിൽ ഇപ്പോൾ ഫെൻസിങ് വേണ്ടിടത്ത് ഫെൻസിങ് തന്നെ ചെയ്യണം. ഇപ്പോൾ കഞ്ചിക്കോട് ഒരു വലിയ സ്ഥാപനം വരുന്നുണ്ട്, IIT, 500 ചില്ലാൻ ഏക്കർ അവർ അക്വയർ ചെയ്തിട്ടുണ്ട്. ആ സ്ഥലത്ത് മിക്കവാറും ആന ഇറങ്ങുമായിരുന്നു. പക്ഷേ ഈയിടെയായിട്ട് അവർ ഇലക്ട്രിക് ഫെൻസിങ് ശക്തമാക്കിയതോടുകൂടി ആന എങ്ങനെ ഇറങ്ങുന്നില്ല. കാരണം അത് പ്രൊട്ടക്ട് ചെയ്തല്ലേ പറ്റുള്ളൂ. അവർക്ക് ഒരുപാട് കുട്ടികളും സ്റ്റാഫും അവിടെ ഉണ്ട്. അപ്പോൾ ഫെൻസിങ് ഒക്കെ വേണ്ടിടത്ത് അത് കൊടുക്കുക തന്നെ വേണം. ഇനി ഫെൻസിങ് കൊടുക്കാൻ പറ്റിയിടത്താണ് ആന ഉൾക്കാടുകൾ, ആന മാത്രമല്ല മറ്റ് മൃഗങ്ങളും. ഈ മറ്റ് ഹിംസ്ര ജന്തുക്കളെക്കാൾ കൂടുതൽ ആനകൾ പുറത്തേക്ക് വരുന്ന ആന വെജിറ്റേറിയൻ ആയതുകൊണ്ടാണ്. കാരണം വെജിറ്റേറിയൻ ഫുഡ് കാട്ടിൽ കിട്ടുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ഫുഡ് നാട്ടിൽ കിട്ടും. നോൺ വെജിറ്റേറിയൻ കാട്ടിലായാലും നാട്ടിലായാലും ഒരുപോലെ ഉള്ളൂ. ആ ഒരു കോൺസെപ്റ്റും ഉണ്ട്. മനുഷ്യരെ പോലെ തന്നെ അവർ പുതിയ ഭക്ഷണം തേടി നമ്മൾ പുതിയ സ്ഥലങ്ങളിലൊക്കെ പോകുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ പുതിയ ഹോട്ടൽ അന്വേഷിച്ച് പോകുന്ന പോലെയാണ് അവരിങ്ങനെയുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് വരുന്നത്. പിന്നെ മറ്റൊന്ന് മനുഷ്യനും ശ്രദ്ധിക്കണം. ഈ കയ്യേറി ഈ വനത്തിനോട് ചേർന്ന സ്ഥലത്തൊക്കെ താമസിക്കുന്നവർ അവരുടെ പിതാമഹന്മാരോ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു കയ്യേറ്റത്തിന്റെ ഭാഗമാണ്. അത് വനത്തില് മൃഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രദേശത്തേക്ക് നമ്മൾ കയ്യേറുമ്പോൾ ഇങ്ങനെയുള്ള ചില ഭവിഷ്യത്തുകൾ അതിൽ നിന്ന് വരാമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു. ഒരുപക്ഷെ ഈ കയ്യേറിയ ആൾക്കാരായിരിക്കില്ല, അവരുടെ പിന്നാലെയുള്ള തലമുറയിലുള്ള ആളുകളായിരിക്കും ഇത് അനുഭവിക്കേണ്ടി വരിക എന്ന് മാത്രം. അതങ്ങനെ തന്നെയാണ്. കാരണം കയ്യേറുന്ന കാലത്ത് ഒരുപക്ഷെ നിയമങ്ങൾ ഇത്ര ശക്തമായിരുന്നില്ല. പണ്ട് കാലത്ത് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ നാട്ടിൽ ആനയെ ആക്രമിക്കുന്നതും അല്ലെങ്കിൽ പന്നി ആക്രമിക്കുന്നതും ഒക്കെ ഇത്രമാത്രം കേൾക്കാമായിരുന്നു? ഇതിനൊക്കെ വേട്ടയാടുമായിരുന്നു.
പണ്ടിപ്പോൾ രാജഭരണ കാലത്താണെങ്കിൽ ഈ വേട്ട, ഇപ്പം എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ വീട്ടിൽ ഒരുപാട് മാൻ്റെ കൊമ്പുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. മാൻ്റെ കൊമ്പ് എൻ്റെ തലയോടിൻ്റെ ഫ്രണ്ട് ഭാഗം കൂടി ഇങ്ങനെ ഭിത്തിയിൽ തൂക്കി വെക്കും. അപ്പോൾ ചോദിക്കുമ്പോൾ അതൊക്കെ മുമ്പുണ്ടായിരുന്ന ആരൊക്കെ പോയി വേട്ടയാടി കൊണ്ടുവന്ന ഒന്ന്. അതുപോലെ അത് അനുവദിച്ചിട്ടില്ല ഒന്ന്. രണ്ടാമത് ഈ ആനയുടെ കൊമ്പ്, ആനയുടെ നഖം, ആനയുടെ എല്ല്, ഇതൊക്കെ വലിയ വിപണന സാധ്യതയുള്ളതാണ്. അതിൽ കൊമ്പനാണ് ഏറ്റവും കൂടുതൽ, കൊമ്പനും പല്ലിനുമാണ് ഏറ്റവും കൂടുതൽ, ആന വാല് വരെ. അപ്പോൾ അതൊക്കെ അപഹരിച്ച് ആനയെ കൊന്നിട്ട്, ആനയെ കൊല്ലാനുള്ള പല വഴികളും അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വലിയ ബോംബും തോക്കൊന്നും ഇല്ലാതെ തന്നെ ആനയെ ട്രാപ്പ് ചെയ്ത് പിടിച്ച് ആനയെ കൊല്ലുന്ന ഒരുപാട് സംഘങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ നിയമം ശക്തമായതോടുകൂടി ഈ വന്യമൃഗങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പായി, നല്ല കാര്യം. പക്ഷെ ആ സുരക്ഷിതത്വം മനുഷ്യൻ്റെ ഒരു അരക്ഷിതത്വമായിട്ട് മാറി എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിയമങ്ങൾ വേണം, പക്ഷേ നിയമങ്ങൾ മനുഷ്യനോട് ഗുണം ചെയ്യുന്നത് വേണം, ഇല്ലെങ്കിൽ മനുഷ്യനില്ലാതായി പോവാ പ്രദേശത്ത്. ഇപ്പൊ നമ്മൾ ഈ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ മനുഷ്യജീവന് മൃഗങ്ങളുടെ ജീവന്റെ വില കൽപ്പിക്കുന്നില്ല എന്നുള്ള ആരോപണം നമ്മളിപ്പോൾ ധാരാളമായി കേട്ടു വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം അതുപോലെ തന്നെയാണ് നമ്മുടെ സിറ്റുവേഷൻ എന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ? ഈ ഒരു അവസ്ഥയിൽ അതാണ് ഇപ്പോൾ മനുഷ്യജീവന്. ഇപ്പോൾ അത് ശരി. എനിക്ക് അടുത്ത കാലത്ത് വളരെ രസകരമായ ചില വാർത്തകൾ കണ്ടു. കടുവ വീട്ടിൽ കയറി ആളെ ആക്രമിക്കുന്നു, വീട്ടിൽ നിന്ന് മൃഗങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്നു, ആന ടൗണിൽ ഇറങ്ങിയിട്ട് വിഹരിക്കുന്നു, നാട്ടുകാരൊക്കെ ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കുന്നു, ഫോറസ്റ്റുകാർ കാഴ്ചക്കാരായിട്ട് നിൽക്കുന്നു. അതൊക്കെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു അരക്ഷിതാവസ്ഥയാണ്. ഒരു ആയിരക്കണക്കിന് ആളുകളുടെ ഒരു നഗരപ്രദേശത്ത് ഒരു ആന ഇറങ്ങി വിഹരിക്കുകയും ആനയെ ഏത് സമയത്തും അതിൻ്റെ കൊമ്പിൽ തൂക്കാമെന്നുള്ളൊരു സ്ഥിതി സൃഷ്ടിക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ, അത് ആനയാണെങ്കിൽ നമ്മുടെ പഴയ ചൊല്ലില്ലേ, കൽപ്പവൃക്ഷമാണെങ്കിലും പരക്ക് മുകളിലേക്ക് ചാഞ്ഞു കഴിഞ്ഞാൽ വെട്ടിക്കളയണം. അതുകൊണ്ട് ഇപ്പോൾ ആന അത്ര അപൂർവ വസ്തുവൊന്നുമല്ല. കേരളത്തിൽ പണ്ട് കാലത്ത് 1930കളിലാണ് 4000-ന് മേലെ ആനകൾ കേരളത്തിലുണ്ടായിരുന്നു പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇപ്പം അത്രയില്ല. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 2450 ആനയോളം കേരളത്തിലുണ്ട്. അത് വലിയൊരു എണ്ണമാണ്. കേരളത്തിൽ അത്ര ആനകളെ തോറ്റിപ്പറ്റാനുള്ള കാടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ 2450 ആനകൾക്ക് ഭക്ഷണം വേണ്ടേ? ആനകൾ ചില്ലറയാണോ ഭക്ഷണം കഴിക്കുന്നത്? ഒരാനയുടെ ഭാരം 5 മുതൽ 10 ടൺ വരെ വരും വലിപ്പമനുസരിച്ച്. അത്രയും ടൺ ഉള്ളൊരു ശരീരത്തിന് വേണ്ട. ഇപ്പോൾ നമ്മൾ 50 കിലോ ഉള്ള ഒരു മനുഷ്യൻ അല്ലെ 60 കിലോ ഉള്ള ഒരു മനുഷ്യൻ എത്ര ഭക്ഷണം കഴിക്കുന്നു കുട്ടികൾക്ക്? അപ്പോൾ അതിന് മേച്ചിൽ സ്ഥലങ്ങൾ ഒരുപാട് വേണം. അപ്പോൾ അടുത്ത കാലത്ത് വനമന്ത്രിയുടെ ഒരു പ്രസ്താവന ഞാൻ കേൾക്കുന്നുണ്ടായി, ഇത്ര ആനകൾക്കുള്ള ഏരിയ കേരളത്തിലില്ലാന്ന്. ശരിയാണ്, ഇത്ര ആനകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഏരിയ കേരളത്തിലില്ല. അപ്പോൾ ആനകളുടെ എണ്ണം ഇത്ര കൂടി, ഇനി അത് കൂടും. കാരണം നിയന്ത്രണം കൂടുന്തോറും മൃഗങ്ങൾ വർദ്ധിച്ചു വരാനുള്ള എണ്ണം കൂടി വരും. ഇപ്പം തന്നെ കൂടി വരുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഈ 2400 ചില്ലാനുള്ള ആനകൾ ഇനി ഒരു 5000 മാറിക്കഴിഞ്ഞാൽ പാലക്കാടും എല്ലായിടത്തും ആനകൾ വഴിയിലുണ്ടാവും. ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ മാധ്യമങ്ങൾക്കൊക്കെ ഒരുപാട് സ്വാധീനം കൂടുതലുള്ള ഒരു സമയമാണല്ലോ. അപ്പോൾ മുൻപും ഇതുപോലുള്ള അപകടങ്ങളും അക്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും ഇപ്പോൾ മാധ്യമങ്ങളുടെ ആ ഒരു കൂടുതലായുള്ള സ്വാധീനം കാരണം നമ്മൾ കൂടുതലായിട്ട് ഇത്തരം ന്യൂസുകൾ കേൾക്കുന്നു എന്നുള്ളതായിരിക്കും. മുൻപും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം അല്ലേ? തീർച്ചയായിട്ടും മുമ്പും ഉണ്ടായിരുന്നു, പക്ഷേ ഇത്ര വ്യാപകമായിരുന്നില്ല എന്നാണ്. മുമ്പുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സായിരുന്നു. മനുഷ്യൻ കാട്ടിൽ കയറുന്നു. ഇപ്പോൾ വയനാട്, ഇടുക്കി, ഉടുമ്പൻചോല, ഈ പ്രദേശങ്ങളിലൊക്കെ മനുഷ്യൻ കാട് വെട്ടിത്തെളിച്ച് അവൻ്റെ ആവാസ വ്യവസ്ഥ ഉണ്ടാക്കിയ ഒരു കാലം ഉണ്ടായിരുന്നു 50കളിലും 60കളിലും ഒക്കെ. ആ സമയത്തൊക്കെ മനുഷ്യൻ അങ്ങോട്ട് കയ്യേറുകയായിരുന്നു. അതുകൊണ്ട് അന്ന് ആനയെ ആക്രമിച്ച കേസുകൾ അന്നും ഉണ്ട്. പക്ഷെ അന്ന് ആനയുടെ വാസസ്ഥലത്തേക്ക് ചെന്നിട്ട് ആന അവരെ ആക്രമിച്ചാണ് സ്ഥിതി. ഇന്നങ്ങനെയല്ല, ഇന്ന് ആ കാലം പോയി. ഇന്നിപ്പോൾ ഒരു വനവാസ മേഖലയിലേക്ക് പോയിട്ട് ആരും ഒന്നും വെട്ടിത്തെളിച്ചുണ്ടാക്കുന്നില്ല. മറിച്ച് ആന ഇന്ന് മനുഷ്യ ആവാസ മേഖലയിലേക്ക് വന്നിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കാലത്തിൻ്റെ കണക്ക് തീർക്കലായിരിക്കും അത്. അതെ, നമുക്ക് എന്തായാലും ഇന്നത്തെ സമയം തീരുകയാണ്. അപ്പോൾ വന്യമൃഗ പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. റേസ് ടു സക്സസ്, ജീവിത വിജയത്തിലേക്കുള്ള വഴികാട്ടി ഇന്നിവിടെ സമാപിക്കുകയാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അഹല്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഡയറക്ടർ ഡോക്ടർ PR മഹാദേവൻ പിള്ള സാറാണ്. സാർ, ഒരുപാട് നന്ദി. വീണ്ടും കേട്ടുകൊണ്ടിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.